നീ മയങ്ങിയായിരുന്നു, പക്ഷെ പരിപാലകൻ മയങ്ങിയില്ല. നീ ഉറങ്ങിയായിരുന്നു, പക്ഷെ നിന്റെ പരിപാലകൻ ഉറങ്ങിയില്ല. പ്രൈസ് ദി ലോർഡ്. നീ അറിയാതെ സംഹാരകൻ നിന്റെ പടിവാതിൽക്കൽ വന്നതാ, പക്ഷേ അകത്ത് കയറാൻ അവൻ അനുവദിച്ചില്ല. നിന്റെ പണമല്ല കാത്തത്, നിന്റെ ഭവനത്തിൻ്റെ വലിയ കഥകല്ല കാത്തത്. അവൻ അകത്ത് കയറാൻ അനുവദിക്കാതെ ദൂതൻ കാവൽ നിന്നതാ. എന്ത് പറഞ്ഞാ മഹത്വപ്പെടുത്തുന്നേ? ഞാൻ മുടിഞ്ഞു പോകാതിരുന്നത് പറഞ്ഞേ. ഓ ഹല്ലേലൂയ. നിന്റെ ദയൊന്ന് മാത്രമാണ്. ഇന്ന് രാവിലെയും ആ ദയ ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഇന്ന് രാവിലെ പുതിയതാ. രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാ. നിന്റെ മുമ്പിൽ നീ വിചാരിച്ച പല പർവ്വതങ്ങൾ മാറിപ്പോയി, നീ അതറിഞ്ഞില്ല. ചില കുന്നുകൾ നീങ്ങിപ്പോയി, നീ അതറിഞ്ഞില്ല. പക്ഷേ പർവ്വതവും കുന്നും മാറിയപ്പോഴും അവൻ്റെ ദയ നിന്നെ വിട്ടുമാറിയില്ല. വിശ്വസിക്കുന്നവർ മാത്രം വിശുദ്ധിയോടെ ആ കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ച് ഇന്ന് രാവിലെ മഹത്വത്തിന്റെ രാജാവ് ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഓ രക്തത്താലേ ജയം. ഈ ലൈവ് 2 മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ആയാലും ആ മെസ്സേജ് പോകുന്നില്ല. അതിങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടക്കുകയാണ്. വൈകുമ്പോഴത്തേക്ക് ഒരു 2000-3000 പേര് കാണും. 2 ദിവസത്തേക്ക് ഒരു 6000-7000 പേര് കാണും. അവരതൊരു 150-200 പേർക്ക് ലൈക്ക് ചെയ്യും. അതങ്ങനെ വേറെ 6000 പേര് കാണുകയാണ്. പക്ഷെ അവിടെ എല്ലാം ഈ വചനം ജീവിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ മാത്രമല്ല ഈ വചന ശക്തി ഇത് എവിടെല്ലാം ചെന്ന് പതിക്കുമോ അവിടെയെല്ലാം അതിൻ്റെ വിടുതൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർക്കായി ഞാനിന്ന് രാവിലെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ ശതാധിപൻ്റെ വിശ്വാസം നമുക്ക് വേണം കേട്ടോ. എന്താ ശതാധിപൻ്റെ വിശ്വാസം? ശതാധിപനെ ഓടി വന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ ദാസനെ സൗഖ്യമില്ല, അവനെ സൗഖ്യമാക്കണം. കഥ പറഞ്ഞു, ഓക്കെ ഞാനിവിടെ വരിക, നമുക്ക് പോയേക്കാം, ഇപ്പം തന്നെ നിൻ്റെ വീട്ടിലോട്ട് ഞാൻ. ആ മനുഷ്യൻ പറയാണ്, നീ എൻ്റെ വീട്ടിൽ വരാനോ? നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് ഇത്രയൊരു ചെറിയ കാര്യത്തിന് വേണ്ടി അങ്ങ് അവിടെ വരെ വരണ്ട. ഇതൊരു ചെറിയ പ്രശ്നമാണ്. എൻ്റെ ദാസൻ്റെ രോഗം കേട്ടില്ല, ചെറിയ, നമുക്കിതെല്ലാം വലിയ പ്രശ്നമാണ്. പക്ഷേ പട്ടാളത്തിന് 100 പേരുടെ തലവൻ കമാൻഡർ പറയാണ്, ഇതൊരു ചെറിയ കേസാ, അതിനുവേണ്ടി അങ്ങ് അവിടെ വരെ വരണ്ട. അങ്ങ് ആരാന്ന് എനിക്കറിയാം. ഒരു വാക്കിൽ ഈ അഖിലാണ്ട് ഉണ്ടാക്കിയവനാ. ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഇതെല്ലാം ഉളവാക്കി. അങ്ങ് ഒരു ചെറിയ സൗകര്യമായിട്ട് എൻ്റെ വീട്ടിൽ വരെ വരണ്ട, അങ്ങൊരു വാക്കു പറഞ്ഞാൽ മതി. ഇന്ന് രാവിലെ ആ ഒരു വാക്കു പ്രതീക്ഷ എത്ര പേരുണ്ട്? നിന്റെ മുഴുവൻ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ യേശുവിന് ഒറ്റ വാക്കു മതിയെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാവിലെ നീ ഒന്ന് വിശ്വസിച്ചേ, ഒരു വാക്കു മതി. യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നെന്ന് പറഞ്ഞാലൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. കാരണം അതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളം ഉണ്ടാക്കിയതാരാ? ആരോട് പറയാനാ? ഈ കടലുണ്ടാക്കിയതാരാ? യേശുവല്ലേ. അവനതിൻ്റെ മണ്ടക്കൂടെ നടന്നു പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് അത്ഭുതം ഏതെന്നറിയാമോ? പത്രോസ് അതിൻ്റെ മണ്ടക്കൂടെ നടന്നതാ. നിങ്ങൾ മിണ്ടുന്നില്ല. യേശു കൽപ്പിച്ചപ്പോൾ ഉണ്ടായ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ യേശു നടക്കും. പക്ഷെ ആ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ അവൻ വിളിച്ചു വരുത്തി ഒരു മുക്കുവൻ നടന്നെന്ന്. അതത്ഭുതമാ. ഇന്ന് പകൽക്കാലം നീ ഒരത്ഭുതമായി മാറണം. ഈ ദൂത് കേൾക്കുമ്പോൾ നീ ഒരത്ഭുതമായി മാറണം. നിന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. വിശ്വസിൽ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. മത്തായി 14:29 നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചോ. വരിക എന്നവൻ പറഞ്ഞ് പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്ന എത്ര പേര് ധൈര്യമുണ്ട് കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങാൻ? നീ ഒരു സ്റ്റെപ്പ് വെച്ചോ, അത് പാറ പോലെ ദൈവമാക്കും. ഏത് കാല് ചവിട്ടിയാലും താഴുന്നതാ വെള്ളം. പക്ഷേ യേശുവ വരിക എന്ന് പറഞ്ഞെങ്കിൽ, വരിക എന്ന് പറഞ്ഞവൻ കൽപ്പിച്ചപ്പോൾ ചവിട്ടിയ വെള്ളം പാറ പോലായി. അടുത്ത സ്റ്റെപ്പ് പാറ പോലായി.
വെള്ളം വെള്ളമാ, പക്ഷെ ഭക്തന്റെ കാൽച്ചുവട്ടിൽ അത് കനമുള്ള പാറ പോലായെങ്കിൽ നീ ഒന്ന് ഇറങ്ങിക്കുന്ന രാവിലെ കർത്താവിന്റെ വിളിക്കു വേണ്ടി നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. നീ രാവിലെ വന്ന് ഉറങ്ങി തൂങ്ങി ഒരു പ്രാർത്ഥന കഴിച്ചു പോകാനല്ല, നിന്റെ അകത്തെ മനുഷ്യന് രാവിലെ ഒന്ന് ബലപ്പെട്ട് ശക്തി പ്രാപിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കാൻ അവനൊരു വാക്ക് പറഞ്ഞാൽ മതി. നിന്റെ കുഞ്ഞിന്റെ PR കിട്ടാൻ അവനൊരു വാക്ക് പറഞ്ഞാൽ മതി. നിന്റെ കുഞ്ഞിന്റെ സ്റ്റേബായിക്ക് കിട്ടാൻ അവനൊരു വാക്ക് പറഞ്ഞാൽ മതി. നിന്റെ കുഞ്ഞിന്റെ റിസൾട്ട് ജയമാകാൻ അവനൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് രാവിലെ നിന്റെ രോഗത്തിന്റെ കെട്ടഴിയാൻ അവൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. വിശ്വസിക്കുന്നവന് മാത്രം ഇന്ന് രാവിലെ ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ, വെല്ലുവിളികളെ തരണം ചെയ്യാൻ എന്റെ യേശുവിന്റെ ഒറ്റ വാക്ക് മതി. ഓ പോരാ പോരാ, ഇന്ന് രാവിലെ വിശ്വസിക്കണം, കുഞ്ഞുങ്ങൾ വിശ്വസിക്കണം, യൗവനക്കാര് വിശ്വസിക്കണം. ഇതൊരു അസാധാരണമായ ദൈവകൃപയുടെ പകല. ഓ ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. വെള്ളത്തിന്റെ മണ്ടക്കൂടെ നടക്കാൻ ആകെ ഒറ്റ വാക്ക്. എന്താ വാക്ക്? വരിക. അത്രേ ഉള്ളൂ, വരിക. സ്തോത്രം പറഞ്ഞേ. 10 കുഷ്ഠരോഗി ഒന്നിച്ചിട്ട് വന്നു. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളെ സൗഖ്യമാക്കണം. കർത്താവ് ഒറ്റ വാക്ക്, പൊക്കൂ. പത്രോസോട് വരാൻ പറഞ്ഞു, കുഷ്ഠരോഗിയോട് പൊക്കോളാൻ പറഞ്ഞു. പോന്ന പോക്കിൽ അവർ 10. ഇന്ന് യോഗം കഴിഞ്ഞ് പോകുമ്പോൾ നിന്റെ വിടുതൽ നടക്കണം. നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ 9 നിർത്തും, പക്ഷെ നിന്റെ വിടുതൽ ആ പോന്ന പോക്കിൽ. നീ വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പേ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഈ രാവിലെ നീ പോകുന്ന പോക്കിൽ, ഓ ലൈവിൽ കാണുന്ന സഹോദര, സ്നേഹിത, നിന്റെ കൂടാരത്തിനകത്ത് ഇന്ന് പകൽ ഒരത്ഭുതം യേശുവിന്റെ ഒറ്റ വാക്കിൽ നടക്കുമെന്ന്. ഓ റബലമനഗ ശൈഡരാധരാധര. ഹല്ലേലൂയ. 38 വർഷത്തെ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ വാക്ക്. കിടക്കെടുത്തോണ്ട് പോ. 18 വർഷത്തെ കൂന് മാറാൻ ഒറ്റ വാക്ക്, നേരെ നിൽക്ക്. 40 വർഷത്തെ വരന്റെ കൈ നൂരാൻ ഒറ്റ വാക്ക്, കൈ നീട്ട്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. 40 വർഷമായി അവന്റെ കൈ ചുരുണ്ടിരിക്കുക. ഒറ്റ വാക്ക്, കൈ നീട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റ വാക്കിൽ വിടുതല. 18 വർഷത്തെ കൂന് മാറാൻ ഒറ്റ വാക്ക്, നിവരെ നിൽക്ക്. ഇന്ന് രാവിലെ ഒറ്റ വാക്കിൽ നിന്റെ പ്രശ്നം പരിഹരിക്കും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ആത്മാവ് ശക്തമായി ദൂത് പറയുകയാ. നിന്റെ ഭാരപ്പെടുന്ന ഏത് വിഷയമായാലും ഒറ്റ വാക്കിൽ പരിഹരിക്കാൻ. ഓ റബലമന ശബ്ദരാധര വൈഡരമന. ആർക്കൊക്കെയോ വേണ്ടി ആ നാവ് ചലിക്കുകയാ, ആ നാവ് ചലിക്കുകയാ. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്യുകയാ. ഓ റബലമനക ശബ്ദരാധര റൗഷസൈഡേ. ഹല്ലേലൂയ. നമ്മൾ വന്ന് കൊട്ടിപ്പാടി തുള്ളിപ്പോകുകയല്ല. ഇന്ന് രാവിലെ ആ ഒരു വാക്ക്, നീ ഏത് വിഷയമാ ഫേസ് ചെയ്യുന്നേ, ആ വിഷയത്തിന് മേൽ എൻ്റെ കർത്താവ് ഇന്ന് പകൽ ഒരു വാക്ക് പറയുകയാണ്. ഹല്ലേലൂയ. എത്രയോ ദൂരം താണ്ടി, അടൂരൂന്ന് ഉൾപ്പെടെ എത്രയോ ദൂരം താണ്ടി വെളുപ്പിന് 7 മണിക്ക് ഇവിടെ വന്നത് PC ചെറിയാൻ്റെ ഒരു പ്രസംഗം കേട്ടുപാനല്ല, കുഞ്ഞുങ്ങളുടെ 2 പാട്ട് കേട്ടുപാനല്ല. ഇന്ന് വന്നത് ഒരു വാക്ക് നിനക്ക് വേണ്ടി കർത്താവ് പറയണം. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. ഞാൻ ആഴമായി വിശ്വസിക്കുന്ന രാവിലെ ആർക്കൊക്കെയോ വേണ്ടി എൻ്റെ കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കാൻ പോകുകയാണ്. ഓ രാമനദര റഗലമന റൗഷരാദര വൈഡമന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ ഇളകി മറിയുന്ന തിരമാലയ്ക്ക് കർത്താവിന് ഒറ്റ വാക്ക്. എന്താ? അടങ്ങ്. പറഞ്ഞേ. തലവേദന വരുമ്പോൾ നീ പറയണം, ഉടനെ വിക്സൂപ്പി തപ്പി അടക്കല്ല്, അമൃതാഞ്ജനം തപ്പി അടക്കല്ല്. ഒറ്റ വാക്ക് പറയണം, അടങ്ങ്. ഹലോ,
അത് പാസ്റ്ററെ 3 ആഴ്ച കൂടുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നൊരു അസുഖമാണ്. തുടങ്ങിയാൽ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് മാറത്തുള്ളൂ. അങ്ങനത്തെ തലവേദനയാണ്. പാസ്റ്റർ പറയുന്ന പോലെ അല്ല. പക്ഷെ നീ 24 മണിക്കൂർ ഇളകുന്ന തിരമാലയാണെന്ന് പറഞ്ഞു അടങ്ങ്. ഇത് യേശുവിനെ ചുമക്കുന്ന ബോഡിയാണ്. അവൻ്റെ ആത്മാവിനെ വഹിക്കുന്ന മന്ദിരമാണ്. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിനക്ക് വിളയാടാനുള്ളതല്ല, നിനക്ക് കളിക്കാനുള്ളതല്ല. ഒന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ അടങ്ങാൻ പറ ചില പോരുകളോട്. നിന്റെ കുടുംബത്തെ, ശരീരത്തെ, മനസ്സിനെ, തലമുറയെ വെല്ലുവിളിക്കുന്ന ചില ആധിപത്യങ്ങൾക്ക് നേരെ ഇന്ന് രാവിലെ നീ കൽപ്പിക്ക. അടങ്ങ്. ഓ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. നിന്റെ കുടുംബത്തെ മൂടിക്കളയാൻ ആലയടിച്ചു വരുന്ന ചില കൊടുങ്കാറ്റുകളെ, ചില വൻ തിരകളെ ഇന്ന് രാവിലെ ഒറ്റ വാക്കിൽ ദൈവം ശാസിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ആത്മാവിൽ അന്യഭാഷയിൽ ഒന്ന് പ്രതികരിച്ച് ഈ വിടുതൽ ബഹുദൂരമെത്തുകയാ. പല ടൈം സോണുകളിൽ ഈ സൗഖ്യം നടക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മീക ജീവിതത്തിലെ 2 നിലയിലുള്ള അനുഭവമുണ്ട്. ഒന്ന്, പിന്മാറ്റം ആർക്കും സംഭവിക്കാം. വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നടന്ന പത്രോസ്, താക്കോല് കിട്ടിയ പത്രോസ്, യായിറോസിൻ്റെ കൊച്ച് ഉയർക്കുന്നത് കണ്ട പത്രോസ് കർത്താവിനെ രാത്രി എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. അപ്പോൾ ഏത് മിടുക്കൻ്റെയും വിശ്വാസമൊക്കെ ഒരു രാത്രി കൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവൻ അനുദപിക്കാനും ഏറ്റുപറയാനും മടങ്ങി വരാനും അവസരം കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതി, മരണത്തിന് തക്കതായ പാപമുണ്ട്, അല്ലാത്ത പാപവും ഉണ്ട്. പത്രോസ് ചെയ്ത പാപത്തിന് ഏറ്റുപറഞ്ഞപ്പോൾ എന്തോ കിട്ടി? മടങ്ങി വരവ് കിട്ടി. നിങ്ങളുടെ ഇരിപ്പ് കണ്ട് എനിക്ക് മനസ്സിലായി, വല്ലാതെ പേടിച്ചിരിക്കുക. പക്ഷെ യൂദ പാപം ചെയ്തു, മടങ്ങി വരവിന് അവസരം കിട്ടിയില്ലെന്ന് മാത്രമല്ല, മരിച്ചു. മരണത്തിനുള്ള പാപമായിരുന്നു. സ്തോത്രം. കാരണം അവൻ്റെ ലക്ഷ്യം, ഈ പുള്ളിയുടെ കൂടെ ഒത്തിരി നാൾ നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നും, പുള്ളി ചത്താലും വേണ്ടുവല്ല, ക്രൂശിക്കപ്പെട്ടാലും എനിക്കൊന്ന് ജീവിക്കണം. അതിനെനിക്കെന്തോ കൈ വേണം? പറ. എനിക്ക് പണം വേണം. അതിനിപ്പം ഗുരുവിനെ ഒറ്റിക്കൊടുത്താലും കുഴപ്പമില്ല, ഗുരുവിനെ ക്രൂശിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്നെ കിട്ടിയാൽ മതി. എനിക്ക് ആ പണം കിട്ടിയിട്ട് പോയി ഇച്ചിരി സ്ഥലമൊക്കെ മേടിച്ചൊരു കൊച്ചു വീടൊക്കെ വെച്ചൊരു കല്യാണമൊക്കെ വെച്ച് 3-4 പിള്ളേരൊക്കെ ആയിട്ട് സമാനമായിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. യേശുവിനെ വിറ്റാണെങ്കിലും എനിക്ക് എല്ലാവരും കൂടെ ജീവിക്കണം. പക്ഷെ അത് അവൻ്റെ മരണത്തിൽ അവസാനിച്ചു. അവൻ വസ്തു മേടിച്ചില്ല, കല്യാണം കഴിച്ചില്ല, പിള്ളേരും ഉണ്ടായില്ല, ഒരു കയറൽ പരിപാടി തീർന്നു. 2 പേരും പാപം ചെയ്തായിരുന്നു. ആരൊക്കെ? ലൈവാണ്. 2 പേരും പാപം ചെയ്തു. ആരൊക്കെ? പത്രോസും ചെയ്തു, യൂദായും ചെയ്തു. യൂദയുടെ ലക്ഷ്യം വേറെ, പത്രോസ് പേടിച്ചു വെപ്രാളത്തിൽ പറഞ്ഞു പോയതാണ്. കാരണം ഈ ബിസ്തരിക്ക് മുമ്പേ കർണത്തടിക്കുന്നത് അവൻ ജല്ലിക്കടി കണ്ടു. ബിസ്തരിക്ക് മുമ്പേ ചമ്മട്ടിക്ക് അടിക്കുന്നത് അവന് കണ്ടു. അവൻ അത് കണ്ടപ്പോൾ ആ പെട്ടെന്ന് വാളെടുത്തതും ഈ ദാസൻ്റെ കാത് വെട്ടുകയൊക്കെ ചെയ്ത് ആ വെപ്രാളത്തിലാണ്. ആ വെപ്രാളത്തിൽ പുള്ളി ഇതൊക്കെ പറഞ്ഞു പോയതാ. മനഃപൂർവ്വം എന്ന് കർത്താവിന് മനസ്സിലായി. ഹലോ, ചെറിയ വെപ്രാളത്തിലൊക്കെ ചില കാര്യം ഇനി മേലിൽ അങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞു കളി. സ്തോത്രം. പക്ഷെ കർത്താവ് അവനെ തേടി കടൽക്കരയിൽ ചെന്ന് വറുത്ത മീനൊക്കെ കൊടുത്ത് അവനെ തിരിച്ചു കൊണ്ടുവന്നു. ഒരല്ലിയെ പറഞ്ഞേ, ഈ ഏലിയാവ് പോയാലും പത്രോസ് പോയാലും മടക്കി വരുത്തേണ്ടവനാണെങ്കിൽ അവന് ചൂടുള്ള അട കൊടുത്താലും മടക്കി വരുത്തും. ഒരല്ലിയെ പറയണം. ഹല്ലേലൂയ. എന്നാൽ ചിലരുടെ പോക്ക് നമ്മൾ പ്രാർത്ഥിച്ചാലും മടങ്ങി വരത്തില്ല, അവൻ കയറേ തീരും. അതാ എൻ്റെ കാര്യം. അതുകൊണ്ട് ഇവിടെ ഭക്തൻ പറയാണ്, ഞാൻ മൗനവാസം ചെയ്തേനെ. എന്താ മൗനവാസം എന്ന് പറഞ്ഞാൽ? ചത്തുപോയേനെ വന്ന. എല്ലാവരും പറഞ്ഞേ. ഇനി ആ വാക്യം ഒന്ന് വായിച്ചോ. യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ദൈവം എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ. ഒന്ന് ഉറക്കൊന്ന് പറഞ്ഞേ. ദൈവം എനിക്ക്, ദൈവം എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറയ്ക്ക്
സഹായമായിരുന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ വേറെ ആര് സഹായിച്ചാലും സഹായിക്കുന്നവന്റെ കൈ കുഴയും. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ കൈ കുഴയത്തില്ല. അവൻ സഹായിച്ചാൽ മാത്രമേ നിനക്ക് നിലനിൽപ്പുള്ളൂ. ഇന്ന് രാവിലെ ഹല്ലേലൂയ, ആരു സഹായിക്കും, ആശ്രയം ആരുള്ളൂ എന്ന് പാടിയ ഭക്തനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കും. ഉറപ്പുള്ളവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഇന്ന് രാവിലെ സ്തുതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ, അപ്പം ദൈവമക്കൾ ആദ്യം വിശ്വസിക്കേണ്ടത്, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ കഴിയും. അടുത്തിരുന്നാണ്ട് കൈ കൊടുത്ത് പറഞ്ഞ്, എൻ്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി, കൈ കൊടുത്ത് കൊടുക്കാനല്ല പറഞ്ഞ്, എൻ്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി, ഉറപ്പുണ്ടോ? എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ കഴിയും. നിനക്കെന്താ വേണ്ടത്? അതിന്ന് രാവിലെ ചെയ്യും. ഞാൻ രാവിലെ ഒത്തിരി ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞ്, ധൈര്യത്തോടെ പറ, എന്നിൽ വിശ്വസിക്കുന്നവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ ദൂത, എന്നോട് കർത്താവ് പറഞ്ഞ ദൂത് പറയുകയാണ്, എൻ്റെ കർത്താവിനെ വിശ്വസിക്കുന്നവന് വേണ്ടി എൻ്റെ കർത്താവ് എന്തും ചെയ്യും, എന്തും ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരും മാത്രം കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ എന്തും ചെയ്യുമെന്ന് ഉറപ്പുള്ളവര്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നിനക്കതങ്ങോട്ട് വിശ്വസിക്കണമെങ്കിൽ പാടാ. നീ വല്ലതൊക്കെ കാണണം വിശ്വസിക്കണേ. പക്ഷെ കാഴ്ചയാലല്ല, പറയെല്ലാരും വിശ്വാസത്താൽ. അപ്പൊ നമ്മുടെ അകത്തെ മനുഷ്യൻ ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിക്കണം. ഈ ഇസ്രായേൽ മക്കൾ എല്ലാ വർഷവും 7 ദിവസം ഈ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും മക്കളെല്ലാം വിളിച്ചോണ്ട് വീട് വിട്ടിറങ്ങും. വീട് വിട്ട് ഇറങ്ങും. കേട്ടിട്ടുണ്ടോ? 7 ദിവസം. എന്നിട്ട് താൽക്കാലിക ടെൻറ്റുകൾ ഉണ്ടാക്കും. താൽക്കാലിക ടെൻറ്റുകൾ, അതിനവരിട്ടേക്കുന്ന പേര് കൂടാരമെന്ന്. എന്താണ് കൂടാരം? അപ്പോൾ ഈ നല്ല മരുഭൂമിയുടെ അനുഭവമുള്ള സ്ഥലത്ത് AC എല്ലാം ഓഫ് ചെയ്ത്, കറണ്ടെല്ലാം ഓഫ് ചെയ്ത്, അന്നതൊന്നും ഇല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് പറയുക, എല്ലാം ഓഫ് ചെയ്ത് ഈ വീട് വിട്ട് കതകെല്ലാം അടച്ച് പൂട്ടിയിട്ട് അവരുടെ കന്നുകാലിയുണ്ട്, ആടുണ്ട്, ഇതിനെല്ലാം ഇട്ടേച്ച് ഇവർ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം വിളിച്ചുകൊണ്ട് പൊതുവഴി പോവും. എന്നിട്ട് കൊച്ചു കുടിലടിക്കും. അതൊരു പെരുന്നാൾ. എന്താണ് പെരുന്നാൾ? ആ പെരുന്നാളിൻ്റെ പേര് കൂടാര പെരുന്നാൾ. എന്താണ്? അത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ്. അപ്പം നമ്മുടെ ഈ മുന്നേ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ സൈസ് പിള്ളേരൊക്കെ ചോദിക്കും, അപ്പച്ച വീട്ടിലെല്ലാ സൗകര്യമില്ലേ? കട്ടിലുണ്ട്, മെത്തയുണ്ട്, വിരിയുണ്ട്, എല്ലാ സൗകര്യമുള്ള വീട് എന്തിനാ പൂട്ടിയേ? നമുക്കെല്ലാം ഉള്ളപ്പോൾ എന്തിനാ വഴി വന്ന് കിടക്കുന്നേ? ഉടനെ അപ്പച്ചൻ പറയും, മോനെ പണ്ട് നമുക്കിതേ ഉള്ളായിരുന്നു. ഞാൻ ഒരു സ്വതന്ത്രം പ്രതീക്ഷിച്ച. അപ്പം ഈ പിള്ളേരോട് അപ്പച്ചൻ ആദ്യം പറഞ്ഞ, മോനെ പണ്ട് നമുക്ക് ഇതേ ഉള്ളായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 13 മുതൽ 16 വരെ ഒന്ന് വായിച്ചേ. സമയമില്ലെന്ന് എനിക്കറിയെങ്കിലും വേഗത്തിൽ. ആരെല്ലാവരും 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ പറഞ്ഞേക്കുന്നൊരു നീണ്ട പട്ടിക. ഹാബേല് തുടങ്ങി, ഹാനോക്ക് തുടങ്ങി, നോഗ തുടങ്ങി, അബ്രഹാം തുടങ്ങി, ഇസഹാക്ക് തുടങ്ങി, യാക്കോബ് തുടങ്ങി, ഇങ്ങനെ നീണ്ട വിശുദ്ധന്മാരൊരു പട്ടിക ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവർക്കൊരു പേരിട്ടു, ഇവരെല്ലാവരും. ഇവര് വിശ്വാസ വീരന്മാരായി ഇന്നലെ ജീവിച്ച ഭക്തന്മാരുടെ പേര് പറഞ്ഞു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നു. അത് കണ്ടു. ഏത് കണ്ടു? ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു ഭവനം കണ്ടു. ഹലോ, മരുഭൂമിയിൽ കൂടാരപ്പെരുന്നാൾ അടിച്ചിരുന്ന പിള്ളേരോട് പറഞ്ഞ, മക്കളെ നമ്മളിവിടെ അന്യരാടാ, നമ്മളിവിടെ പരദേശികളാ,
അത് മക്കളെല്ലാം ഏറ്റു പറയണം. എന്തോ പറയണം? പറഞ്ഞേ, എന്തോ ഏറ്റു പറയണം? പറ. നിങ്ങൾ ഇരിപ്പ് കണ്ടാൽ ഇവിടുത്തെ സ്ഥിരവാസമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് OCA കാർഡ് ഉള്ള പോലെ ഇരിപ്പ്. നീ ഇവിടെ അന്യനും, അത് പിള്ളേരോടും പറയണം. അപ്പം അതിനാ കൂടാര പെരുന്നാള്. കൂടാരത്തിൽ കൊണ്ടുവരുന്ന മക്കളെ നമ്മളിവിടെ അന്യരും പരദേശികളുമാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എങ്ങനെ മരിച്ചു? പറ. നീ മരിക്കുന്നത് വിശ്വാസിലായിരിക്കണം. വിശ്വാസി മരിക്കുന്നെങ്കിൽ നീ വിശ്വാസി ജനിക്കണം, നീ വിശ്വാസി ജീവിക്കണം, വിശ്വാസി മരിക്കണം. അല്ലെങ്കിൽ പറഞ്ഞേ, അപ്പം വേണോ? വിശ്വാസാൽ പൊഴിച്ചു വരിക. ഇറച്ചി വേണോ? വിശ്വാസാൽ പറന്നു വരികയാ. വെള്ളം വേണോ? വിശ്വാസാൽ ചാടി പുറപ്പെടുകയാ. ഹല്ലേലൂയ. മേഘസ്തംഭം വേണോ? വിശ്വാസാൽ മോളിൽ കൂടെ പോകുകയാ. അഗ്നിസ്തംഭം വേണോ? വിശ്വാസം മുമ്പിൽ പോകുകയാ. ഇതെല്ലാം വിശ്വാസാലാ. എൻ്റെ നീതിമാൻ ജീവിച്ചത് എസ്റ്റേറ്റ് വെട്ടിയല്ല, എൻ്റെ നീതിമാൻ ജീവിച്ചത് വിശ്വാസത്താലാ. ഇന്ന് രാവിലെ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ. ഓ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എനിക്ക് ഈ ദിവസങ്ങളിൽ എൻ്റെ വിശ്വാസം ഒരു 100 മടങ്ങ് വർദ്ധിച്ചു. ഞാൻ ചുമ്മാ ഇങ്ങനെ പാവനയിൽ ഇതൊക്കെ കാണും, അതെല്ലാം കർത്താവൊക്കെ ചെയ്യും അച്ഛാ കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ മനസ്സിൽ പറയും കാർപ്പറ്റ്, ഉടനെ കാർപ്പറ്റ് കിട്ടുക. ഞാൻ പറയും AC വെക്കണം, ഉടനെ AC കിട്ടുക. ഞാൻ പറയും കർത്താവ് പ്രസംഗ വീടും മേശയും വേണം, അതുടനെ ഇനി വരിക. അവിടെ അല്ലെങ്കിൽ പറഞ്ഞ് ഇതൊന്നും ഞാൻ കരുതി വെച്ചാൽ എല്ലാം വരും. എനിക്കറിയാം വിശ്വാസത്താ ജീവിക്കാൻ പോവാം. പറഞ്ഞ് ഞാൻ ഇനിയുള്ള കാലം വിശ്വാസ ജീവിക്കുമെന്ന് പറഞ്ഞേ. അയ്യോ പറഞ്ഞില്ല, അതൊന്ന് പറഞ്ഞേ. പറയണം 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 ഒന്ന് പറയണം. നിന്റെ ഞെരുക്കം ഇന്ന് പകൽ ദൈവം മാറ്റും. നിന്റെ കടഭാരം ഇന്ന് പകൽ ദൈവം മാറ്റും. നിന്റെ ശൂന്യത ദൈവം മാറ്റും. നീ വിശ്വാസത്തിന്റെ വാക്കൊന്ന് പറഞ്ഞേ. വിശ്വാസത്താൽ, വിശ്വാസത്താൽ അന്യരും പരദേശികളും എന്ന പോലെ അവർ വിശ്വാസത്തിൽ മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം എന്തുവാ? ഇങ്ങനെ പറയുന്നവർ, അന്യരും പരദേശികളും എന്നിങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അടുത്ത വാക്യം. ശ്രദ്ധിച്ചേ. ഇവരുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഞങ്ങൾ പാർത്ത മിസ്രൈമിൽ, ഞങ്ങൾ പാർത്ത മിസ്രൈമിൽ ചിറ്റുള്ളി ഉണ്ടായിരുന്നു, ചീര ഉണ്ടായിരുന്നു, പടവലങ്ങ ഉണ്ടായിരുന്നു, തണ്ണിമത്തനുണ്ടായിരുന്നു. ഇറച്ചിക്കലം മാത്രം കാണത്തേ ഉള്ളായിരുന്നു, ഇറച്ചി കഴിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കലാണ് കിടന്നത്, മണം പിടിച്ച്. ഹലോ, ചിലർക്ക് അയലോക്കത്ത് ഇറച്ചിയുടെ കടുക് വറുത്താൽ മതി, വീട്ടിൽ ചോറുണ്ണ. അവർക്ക് മണം പിടിച്ചാൽ മതി. ഈ ഇസ്രായേൽ മക്കളും മിസ്രൈമ്യരുടെ വീട്ടിൽ ഇറച്ചിക്കറി പകരം മണം പിടിച്ചാൽ ജീവിച്ച്, ഇറച്ചി കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ പറയണം. എന്നാലും പാരമ്പര്യം പറഞ്ഞ് കേട്ടാൽ പറഞ്ഞ് ഞങ്ങളിപ്പോൾ കോയിക്കലെ ജഡ്ജിയുടെ കൊച്ചുമക്കളായിരുന്നു. ഹലോ, സ്വോത്രം പറഞ്ഞേ. എടാ, തോല് കച്ചവടം ചെയ്തു എൻ്റെ മോനും പറയുന്നത് ഞാൻ പ്രധാനമന്ത്രി മോദി ഞാൻ തമ്മിൽ അടുത്ത റിലേഷനാണ്, അദ്ദേഹത്തിന് താടിയുണ്ട് എനിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത ബന്ധം പറയുന്ന ഒന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അബ്രഹാം പറഞ്ഞു, മോനെ നമ്മളിവിടെ ആരാണ്? നിങ്ങൾക്കറിയാം അബ്രഹാമിനെ? 2850 ആളുകൾ അബ്രഹാമിൻ്റെ കൂടെ ഉണ്ട്. ഭാര്യ, ദാസിമാർ, മക്കള്, 318 അഭ്യാസികളുടെ മാതാപിതാക്കൾ. അവർ വീട്ടിൽ ജനിച്ചവരാ. അവരുടെ അഭ്യാസിയാകാത്ത മറ്റു മക്കൾ, ദാസിദാസന്മാരെല്ലാം കൂടെ ഒരു 2800 ആളുകൾ അബ്രഹാമിൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. നമ്മൾ 2 പേരെ പോരുന്നതിൻ്റെ ബുദ്ധിമുട്ടിപ്പിട്ടിരിക്കുന്നവരുടെ മുഖം കാണുമ്പോൾ അറിയാം. ആകെ 1 പിള്ളേരേ ഉള്ളൂ. ചിലതിന് 1 ഉള്ളൂ. അതിനെ പോരുന്നതിൻ്റെ വൈഷമ്യം മുഖത്ത് കാണുന്നില്ല. 2800 പേരുള്ള കുടുംബത്തെ നയിച്ച നേതാവാണ് അബ്രഹാം. അബ്രഹാം എങ്ങനെ ജീവിച്ചേ? എൻ്റെ പാസ്റ്ററെ ഇറങ്ങി പുറപ്പെടാം. അപ്പം ഞാനങ്ങിറങ്ങി. ഒന്നും കണ്ടിട്ടല്ല, എവിടെ പോന്നെന്നും അറിയത്തില്ല. പക്ഷെ കാണാതെ ഞാൻ വിശ്വസിച്ചു. എൻ്റെ വിശ്വാസം കാഴ്ചയാലല്ല, എൻ്റെ ജീവിതം വിശ്വാസത്താലാ. ഇന്ന് രാവിലെ ഒന്നും കാണാതിരിക്കുമ്പോൾ വിളിച്ചിറക്കിയ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, ഓ ഹല്ലേലൂയ.
ഓ, ഒരു നല്ല ഹല്ലേലൂയ പറയണം. എല്ലാം കൂടെ തീരാൻ ഒരു ദിവസമൊക്കെ മതി. ഞാൻ തന്നെ മേടിച്ചിട്ട് 1.5 ഏക്കർ റബ്ബർ തോട്ടം കുമ്പിത്തോട്ടിൽ ഒരു രാത്രി വിറ്റു. എനിക്കൊരു 407 ലോറി ഉണ്ടായിരുന്നു, അതൊറ്റ രാത്രി വിറ്റു. എനിക്കൊരു മഹേന്ദ്രയുടെ ജീപ്പ് ഉണ്ടായിരുന്നു, അതൊരു രാത്രി വിറ്റു. എൻ്റെ കഴുത്തിൽ ഒരു 5-5 പവൻ്റെ മാല ഉണ്ടായിരുന്നു, അതൊരു രാത്രി വിറ്റു. ഇതെല്ലാം കൂടെ പാൻ ഒരു രാത്രി മതി. നേരം വെളുത്തപ്പോൾ ഒന്നുമില്ല. പിന്നെ കടക്കാർ വന്ന് പറഞ്ഞ് വീട്ടിൽ കുട്ടകമോ ചെമ്പുകലമോ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അപ്പൻ്റെ, എൻ്റെ അല്ലെന്ന് പറഞ്ഞു. എൻ്റേതേ വിറ്റുള്ളൂ. നിങ്ങളൊന്നും മിണ്ടിയില്ല. പിന്നെ വിളിച്ചിറക്കിയവൻ പറഞ്ഞു ഞാൻ നടത്തുവിടാന്ന് പറഞ്ഞു. അന്ന് തൊട്ടിന്ന് വരെ നടത്തുക. എൻ്റെ ദൈവം നിന്റെ ദൈവമാ. എൻ്റെ ദൈവം നിന്നെ നടത്താൻ മതിയായവനാ. വിശ്വസിക്കുന്നവര് മാത്രമേ കരമൊന്നടിച്ച്. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവം പറയുന്നത് കാഴ്ചയാലല്ല, വിശ്വാസാലത്രേ ഞങ്ങൾ നടക്കുന്നത്. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുന്നേക്കുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്നേ പിന്നെ 4 കുപ്പി വിഷം ഒന്നിച്ചു കുടിച്ചു. ഭോപ്പാലിൽ പോയി പാടത്ത് തലവെച്ചു. നാട്ടിലാണ് ആരും അറിയണ്ടെന്ന് വിചാരിച്ച് പോയതാ. ഭോപ്പാലിൽ പോയി തലവെച്ചു. പെരുന്തരുവിലെ വലിയ കയത്തിൽ പോയി ചാടി. ഇപ്പം അവിടെ വെള്ളച്ചാട്ടമൊന്നുമില്ല, അണ കെട്ടിയേക്കും. അണ കെട്ടാത്ത കാലത്ത് സ്വതന്ത്രം പറഞ്ഞില്ല. ഒറ്റ രാത്രി ഇറങ്ങി ഒറ്റപ്പോക്ക് ചെന്നാപ്പാറ ചെന്ന നിന്നെ. പക്ഷേ അവനെനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ, ഞാൻ ചുമ്മാ ഏതെങ്കിലും കഥ പറയുമല്ല, എൻ്റെ പ്രസംഗം മൊത്തം എൻ്റെ ജീവിതമാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. എന്നെ നടത്തിയവൻ നിന്നെ നടത്താൻ വിശ്വസിക്കുന്നവരെ സ്വത്രം പറയാവുള്ളൂ. ഇന്നലകളിൽ എന്നെ സഹായിച്ച ദൈവം നിന്നെ സഹായിക്കും കുഞ്ഞെ. ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവരെ കരമൊന്നടിച്ച് ഈ രാവിലെ ദൈവത്തെ സ്തുതിച്ച്, നിന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. ചേട്ടൻ തോളത്ത് റേഷ്യം മേടിച്ച് കൊട കൊണ്ട് മറച്ചു പോയി. കൊച്ചു മേശപ്പുറത്ത് ചാകാൻ കിടക്കുന്നു. ഉണ്ണിമാങ്ങ എടുത്തു നിന്ന് വയറ്റിളക്കം പിടിച്ച് അവൻ കിടക്കുന്നു. ഒരു ചൂട് കഞ്ഞിവെള്ളം വെച്ചു കൊടുക്കാനില്ല. താൻ ആകെ ഭാരപ്പെട്ട് പാട്ടെഴുതുക. ആരും സഹായമില്ല. എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോൾ എനിക്കൊരു സഹായകൻ വാനിൽ എന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആറ്റിൽ, പമ്പയാറ്റിൽ വള്ളത്തെ വരുന്ന ചോദിക്കുന്നു, ഉപദേശിയുടെ വീടേതാ? ഉപദേശിയുടെ വീടേതാ? അവരങ്ങ് മാരാമണ് തൊട്ട് വിളിക്കുക, ഉപദേശിയുടെ വീടേതാ? ചോദിച്ച് വള്ളം മൂത്താമ്പിലാക്കലെ പഠിക്ക വന്നു. ആ കടവിൽ അലക്കുന്നവർ പറഞ്ഞു, ഇവിടെയാണ് ഉപദേശിയുടെ വീട്. ഒരു വള്ളം നിറയെ സാധനം. ചേട്ടൻ കൊടുത്താൽ 2 അരി കൊടുത്തേനെ. എൻ്റെ ദൈവത്തിന് നിന്റെ 2 വേണ്ട, ഒരു വള്ളം നിറച്ച സാധനം. രാവിലെ ദൂത പറയുന്നത്, തമ്പുരാൻ കരുതാൻ തുടങ്ങിയാൽ, ദൈവം സഹായിക്കാൻ തുടങ്ങിയാൽ അതിന് പരിധിയില്ല, പരിമിതിയില്ല. ആരോടൊക്കെയോ ദൈവാത്മാവ് തൊട്ടിടപെടുകയാ. ഒരസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. ഈ വഴി പറഞ്ഞവരാരെന്നറിയാമോ? ഉപദേശിയുടെ വീട്ടിൽ വന്ന് കളിയാക്കിയിട്ട് അങ്ങോട്ട് പോയ 5 പേരാ. 5 ചെറുപ്പക്കാരെ ഒന്ന് ഉപദേശിച്ചപ്പോൾ ഒത്തോഞ്ചോ വന്ന് ഉപദേശിയായിട്ട് പോയിട്ട് എന്നോ കിട്ടി. പിള്ളേർ പട്ടിണിക്ക് ഓരോന്നോരോന്നും ചാകുമല്ലേ, സ്വന്തം ചേട്ടൻ പോലും കഞ്ഞി തരത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് അവമാനിച്ചേച്ച് പോയ 4 അവന്മാർ കടവിരിക്കുമ്പോൾ അവരോട് വെച്ച ഉപദേശിയുടെ വീട് വിടാന്ന്. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ വിരൽ ചൂണ്ടിയവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി വിടുതലൊരുക്കിയിട്ട് ശത്രുക്കൾ മുമ്പാകെ വിരുന്നൊരുക്കുന്ന വിശ്വസിക്കുന്നവർ മാത്രം ആരാധിക്കട്ടെ. ഇന്ന് രാവിലെ ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഒരു വലിയ വിടുതൽ ഇന്ന് രാവിലെ ചില കുടുംബങ്ങളുടെ ഉള്ളറകളിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല സ്തോത്രം പറഞ്ഞേ. എത്രയോ പ്രാവശ്യം മരിക്കാൻ ഒരുങ്ങി, ജീവിതം വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടുന്നല്ലേ നിന്നെ കരപിടിച്ചിങ്ങനെ പിടിച്ചു കൊണ്ടിരുന്നത്. നീ ഇനി ഒട്ടും താഴോട്ട് പോത്തില്ല. പിടിച്ചത് കർത്താവല്ലേ, അത് ഉയരത്തിലേക്ക് കരമ.
ഒന്ന് സ്വോത്രം പറഞ്ഞേ. അത് ഉയരത്തിലെ കരമാ. അവനാ നിന്നെ ഉയർത്തിയത്, അവനാ നിന്നെ പാറമേൽ നിർത്തിയത്, അവനാ നിന്റെ വായി പുതിയ പാട്ട് തന്നത്. രാവിലെ അവനാ നിന്നെ പുലർത്താമെന്ന് പറഞ്ഞത്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. ഭക്തൻ പറഞ്ഞു കേട്ടോ, താങ്ങും കരങ്ങളുണ്ട്, എൻ്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നിടും. ഓ ശാശ്വത പാറ യേശു. ആ കരമുയർത്തുന്നു പറഞ്ഞേ. പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട്. ആ കരം ഒന്ന് കണ്ടേ, ആ കരം ഒന്ന് കണ്ടേ. ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നിടും. ഓ ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നിടും. ഇന്ന് രാവിലെ നിങ്ങളുടെ പീസി ചെറിയാനെ കാണല്ല, ആ താങ്ങുന്ന കരം ഒന്ന് കണ്ടേ. ആ കരത്തിന്റെ ബലമറിയാമോ? ആ കരത്തിന്റെ ബലമറിയാമോ? ഈ ഭൂമിയിലെ പൊടിയെ മുഴുവൻ ഒരു നാഴിക്കകത്താക്കി ഉയർത്തിപ്പിടിക്കാൻ കരുത്തുള്ള കരമാ. പിന്നെയാണോ നിന്റെ കൊച്ചൊരു വിഷയം, നിന്റെ കൊച്ചൊരു ജീവിതം? ഈ ആഴിയിലെ വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തെ മുഴുവൻ ഒരു ഉള്ളംകൈയിൽ വഹിക്കാൻ കരുത്തുള്ള കരമാ. നീ ആ കരം കണ്ടിട്ടുണ്ടോ? ആ കരം കൊണ്ടാണ് ഈ ഭൂമിക്ക് വൃത്തം വരച്ചത്. ഓ ഹല്ലേലൂയ! നീ ആ കരം കണ്ടിട്ടുണ്ടോ? ആ കരമാണ് ഈ ആകാശത്തിന്റെ പരിമാണം അളന്നത്. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കരമാ നിന്നെ മെനഞ്ഞത്, ആ കരമാ നിന്നെ താങ്ങുന്നത്. നിരാവിലെ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു കരം നിന്റെ പുറകിലുണ്ട്. വിശ്വസികൾ ദൈവത്തെ ആരാധിക്കട്ടെ. ആ ബലമേറിയ ഭുജമൊന്ന് കാണട്ടെ. ആത്മാവിലെ കൈയൊന്ന് കണ്ടേ. അവൻ നിന്നെ സഹായിക്കാൻ ആ കൈ നീട്ടിക്കഴിഞ്ഞു. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അവൻ നിന്നെ സഹായിക്കാൻ ആ കൈ നീട്ടിക്കഴിഞ്ഞു. ഇനി അത് മടക്കാൻ ഒരാഭിചാരകന് കഴിയത്തില്ല, ഒരസൂയക്കാരന് കഴിയത്തില്ല, ഒരു മന്ത്രവാദിക്ക് കഴിയത്തില്ല, ഒരു ഭരണാധികാരിക്ക് കഴിയത്തില്ല. അവൻ കരം നീട്ടിയാൽ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. ഇന്ന് രാവിലെ അവൻ നിനക്ക് വേണ്ടി കരം നീട്ടിക്കഴിഞ്ഞിരിക്കുകയാ. ഈ ചെറിയതൊന്നും പ്രതീക്ഷിക്കരുത്. അവൻ വൻകാര്യങ്ങളെ ചെയ്യും. ഇവിടെ ദൈവാത്മാ പറഞ്ഞ 67 സെന്റ് സ്ഥലം ഇവിടെ മേടിക്കുമെന്ന്. ഞാൻ അതിന് അഡ്വാൻസ് കൊടുക്കുന്ന ഇവിടെ നോക്കിയിരിക്കുക. സ്ഥലം കണ്ടില്ല, അതുകൊണ്ട് കണ്ട ഞാനങ്ങ് അഡ്വാൻസ് കൊടുക്കും. ചിലപ്പോൾ 67 സെന്റിന് 6.5 കോടി ആയിരിക്കും. അത് നമുക്കെന്തുവാ? കർത്താവിൻ്റെ അല്ലേ പൈസ? കണ്ണു തള്ളിയിരിക്കുക. 650 രൂപ എടുക്കാൻ ഇല്ലാത്ത നമ്മുടെ കാര്യ പറയുന്ന. നമുക്കതില്ല, പക്ഷെ കർത്താവിൻ്റെ ഉണ്ടെന്ന്. ഞാൻ ആ 3000 വീട്, 300 വീട്, 3000 വിശ്വാസി, അവർക്കെല്ലാം ഇരിക്കാവുന്ന ഹോൾ, അവരുടെ എല്ലാം ഇന്നോവയും ഫോർച്യൂണറും ഒക്കെ വന്ന് കിടക്കാനുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെല്ലാം ഇവിടെ നടക്കുമെന്ന്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലെന്ന്. ദൈവം എന്ന് പകരം ചെയ്യുമെന്ന്. നീ കർത്താവിനെ വിശ്വസിച്ചേ. കർത്താവ് എന്തും ചെയ്യും, കർത്താവ് എന്തും ചെയ്യും. പട്ടണത്തെ നിന്റെ കയ്യിൽ തരും,
ആത്മാക്കൾ നിന്റെ കൈ തരും. കുടുംബങ്ങളുടെ കെട്ടു ദൈവം അഴിക്കും. തലമുറകളുടെ ബന്ധനം ദൈവം അഴിക്കും. നിന്റെ പരാജയത്തെ ജയമാക്കും. നിന്റെ ശൂന്യതകളെ ദൈവം പണിയും. ഒന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ കർത്താവ്, ഇവിടെ ഒരു ആൾക്കൂട്ടം വേണ്ട, പക്ഷെ ഇവിടെ വിശ്വാസികളെ തരണം. എനിക്കിവിടെ ബന്ധുക്കോസുകാരും വരണ്ട, എനിക്ക് വിശ്വാസി വന്നാൽ മതി. എത്ര പേര് വിശ്വാസിയായിട്ട് വരുന്നുണ്ട്? ഏതാ വിശ്വാസി? അതങ്ങനെ നടക്കുമെന്ന് പറയുന്ന, അതങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്ന, ആ വിടുതൽ കാണുമെന്ന് പറയുന്ന, ആ വഴി തുറക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസ സമൂഹം റാന്നിൽ എഴുന്നേൽക്കാൻ പോകുകയാ. നമ്മുടെ തലമുറകളെ ദൈവം ഒരുക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ദൈവത്തെ ആരാധിച്ചു. ഒരു പുതിയ ജനറേഷൻ റാന്നിയിൽ ദൈവത്തെ വിശ്വസിക്കുന്നവര്. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ നമുക്ക് ആരെ മതി? പറ, ഉറക്കെയൊന്ന് പറഞ്ഞേ. വിശ്വാസികളെ മതി. എന്തോ വിശ്വാസി? ഊവെന്ന് പറഞ്ഞാൽ ഊവ, ഇല്ലെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് വേറൊരു വാക്കില്ല. സ്തോത്രം. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നേക്കും എന്ന് പറയുന്നവരെ വേണ്ട. വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നവനെയും വേണ്ട. അവന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നവനെയാണ് വേണ്ടിയത്. ഒരല്ലിയ പറഞ്ഞേ. ഇന്ന് രാവിലെ ദൈവത്തിന് വേണ്ടിയത് ഒരഭിപ്രായം പറയുന്നവനെ അല്ല, ദൈവത്തിന് വേണ്ടിയത് വിശ്വസിക്കുന്നവനെയാണ്. എന്താ വിശ്വാസം? എന്താ വിശ്വാസം? ഇത്ര വലിയ മരണത്തിൽ നിന്ന് ഞങ്ങളെ അവൻ വിടുവിച്ചു. മേലാലും അതാ വിശ്വാസം. അല്ല, എന്താണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചു. അതാ ഇസ്രായേലിന് പറ്റിയ കുഴപ്പം. അപ്പം തന്നൊക്കെ ഉള്ളത് ശരിയാ, പക്ഷേ ഇറച്ചൂടെ തരാൻ ഈ ദൈവത്തെ കൊണ്ട് കഴിയുമോ? പറ, കഴിയുമോ? അയ്യോ, മോശ പറഞ്ഞു നാളെ തരും, നാളെ ഇറച്ചി തരും. അവര് ചോദിച്ചു എവിടുന്നാ? കാട്ടിലെ മൃഗത്തെ എല്ലാം നീ പിടിക്കുമോ? ആകാശത്തിലെ പറവയെല്ലാം പിടിക്കുമോ? എടാ തമ്പുരാൻ, ആകാശത്തിലെ പറവയും വേണ്ട, കാട്ടിലെ മൃഗവും വേണ്ട, കടലിനടി കിടപ്പുണ്ട്. ഒറ്റ കാറ്റടിച്ചാ പോരെ. നീ കണ്ടിട്ടില്ലാത്ത നന്മ ആഴത്തിൽ കിടപ്പുണ്ട്. അതിനെ കഷണം കഷണമായി ഞുറുക്കി ചിറക് മുളപ്പിച്ച് ആഴത്തിൽ നിന്ന് ഉയർത്തി പറപ്പിച്ച് നിന്റെ കൂടാരത്തിൽ കൊണ്ടുവരും. അത് ദൈവത്തിന്റെ പദ്ധതിയാ. നീ ഒന്ന് വിശ്വസിച്ച് രാവിലെ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ആഴങ്ങളിൽ കിടക്കുന്നത് ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആത്മാവിന്റെ കാറ്റടിച്ചിറങ്ങിയിട്ട് ചില നന്മകൾക്ക് ചിറക് മുളപ്പിച്ച് വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. രാവിലെ ചിലതിനൊക്കെ ചിറക് മുളയ്ക്കുന്ന രാത്രി പകല. ഹല്ലേലൂയ. ഓ ഒന്ന് പറഞ്ഞേ എന്റെ മറുപടിക്ക്. ഒന്ന് പറ, ഉറക്കെ പറ. എന്റെ മറുപടിക്ക് ആഴത്തിൽ നിന്ന് ദൈവത്തിന്റെ കാറ്റടിച്ച് ഇന്ന് പകൽ ചിറക് മുളച്ചോണ്ടിരിക്കുക. അത് പറന്നു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അതെന്റെ കൂടാരത്തിൽ വരും. 2 മുഴം ഉയരത്തിൽ, എത്തിപ്പിടിക്കാവുന്ന ഉയരത്തിൽ അത് വരുമെന്ന് വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില ദിവ്യാദാന്മാരുടെ തലകളെ ഉടച്ചിട്ട് അതിന്റെ മാംസത്തെ ഞുറുക്കി നിന്റെ കൂടാരത്തിൽ തരാൻ കഴിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ദൈവദാസന്മാര് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വെളിപ്പാട് കണ്ടു. ഭിത്തിമേൽ എഴുതി രാജത്വം തൂക്കി നോക്കി. ഒരിക്കലും പറയത്തില്ലെന്ന് പറഞ്ഞാൽ രാജത്വങ്ങൾ പറയാൻ പോവാന്ന് പറഞ്ഞു. ഇന്നലെ കൊണ്ട് ഭാരതത്തിന് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അടിത്തറ ഇളക്കിയിട്ടുണ്ട്. കർത്താവ് എഴുതി കഴിഞ്ഞു. ഇനി ആർക്കും തടയാനൊക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഓർത്തു, ഭാരതത്തിൽ ഉണർവ് തുടങ്ങാൻ പോകുകയാ. നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവല്ല. അത് റാന്നി തുടങ്ങട്ടെ. അല്ല, നിശ്ചലമായി പോയ ആരാധനകൾ റാന്നിയിൽ ഉയരട്ടെ. ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. ജനം പുറത്തു വരട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ചേർന്നൊരു നിമിഷം ദൈവത്തെ ആരാധിക്കുമല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ.
എനിക്ക് ദൂത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. 1000 ദൂത് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനിപ്പോൾ നിർത്തുകയാണ്. നമുക്കൊരു നിമിഷം ദൈവസന്നിധാനം എഴുന്നേക്കാം. ഇന്ന് പകൽ എന്നോട് കർത്താവ് ഇടപെട്ടെന്ന് ഉറപ്പുള്ളവര് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഒരു അസാധാരണമായ വിടുതൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കുമതി നിന്റെ ജീവിതം മാറാൻ, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതികൾ മാറാൻ, നിന്റെ തലമുറയുടെ അവസ്ഥ മാറാൻ. നിനക്ക് വേണ്ടി അവൻ ആ വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞു. വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞു. പൊയ്ക്കോ, പൊയ്ക്കോ, സമാധാനത്തോടെ പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു ദൂതന്റെ കാതിൽ മുഴങ്ങട്ടെ. പോകുന്ന പോക്കിൽ ആ വിടുതൽ നിന്നിൽ സംഭവിക്കാൻ പോകുകയാണ്. ഒന്നേറ്റെടുത്ത് ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കുഞ്ഞുങ്ങൾ, യൗവനക്കാരെല്ലാം കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. നല്ല കർത്താവേ, അങ്ങ് തന്നു. അതേ ആത്മാവിൽ ഞാൻ അങ്ങയുടെ ജനത്തിന് ദൂത് കൈമാറി. ഇവിടെ നിൽക്കുന്ന വിലപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ലൈവ് ശ്രദ്ധിക്കുന്ന മുഴുവൻ പേർക്കും ഒത്തിരി ഭാരമുള്ളവരുണ്ട്. ഓരോ ദിവസവും ടെലിഫോണിൽ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന 100 കണക്കിന് പ്രാർത്ഥനാ വിഷയമുള്ളവരൊക്കെ ഈ ലൈവിലുള്ള കർത്താവേ, അവർക്കെല്ലാം അവരുടെ കുടുംബങ്ങളിലെല്ലാം ഇപ്പോൾ അത്ഭുതകരമായൊരു വിടുതൽ വ്യാപരിക്കട്ടെ. ചില ആഴത്തിൽ മറച്ചു വെച്ചേക്കുന്ന നന്മകൾ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടില്ലാത്തത്, നിന്റെ മക്കളുടെ കൂടാരങ്ങളിലേക്ക് ചിറകടിച്ച് പറന്നു വരുന്നത് പോലെ ചില വിടുതലുകൾ പറന്നു വരട്ടെ. ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന എല്ലാ ആയുധങ്ങൾ നിർവീര്യമായി പോകട്ടെ. ഈ ജനത്തെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.